പ്രേമിക്കുന്നത് തെറ്റാണ്. അല്ല, ഇവിടെ ഇന്ത്യ ഭരണഘടനയിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതല്ല ചേട്ടാ, നമ്മൾ ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചല്ലേ. അതിനിങ്ങനെ കേസ് കൊടുക്കേണ്ട വല്ല കാര്യം. നമ്മുടെ വീട്ടുകാരുടെ ഭാഗത്തൊരു തെറ്റുണ്ടെന്നറിയോ? നമ്മുടെ രണ്ട് വീട്ടുകാരും ഒന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇത്രയും വലിയൊരു വിഷയം ഉണ്ടാവില്ലായിരുന്നു. ഏത് നേരത്തെ എങ്ങനെ അറിഞ്ഞാവോ? ആ മുതുകാലൻ, ആ കാലമാണ് എന്റെ ഭർത്താവ് വന്ന് ചാടിയത് കൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. ആ മുഴുവൻ കാലം എന്റെ മുമ്പ് വന്ന് നിന്നില്ലായിരുന്നെങ്കിൽ അവന്റെ തലയ്ക്കൊരു പൊട്ട് കൊടുത്ത് ഞാൻ ആ പൊട്ടക്കിണറ്റിട്ട് വരുന്നത്. ചേട്ടൻ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞോ? ഇല്ലല്ലോ, ഒരു കൊട്ടോടുത്ത് ആ പൊട്ടക്കിണറ്റിലേക്ക് എടുത്തിട്ടു, അത്രയല്ലേ ഉള്ളൂ. ആ നിസ്സാര കാര്യത്തിന് കേസ് കൊടുത്തിരിക്കുന്ന എന്റെ പേരില്. കരളെടുക്കട്ടെ. നീ അല്ലേ എന്റെ കരള്, പിന്നെ എന്തിനാ എടുക്കുന്നേ? പന്നെ പറട്ട കളവാ. പ്രായം 10-60 ആയല്ലോ. കുയിലേക്ക് കാല് നീട്ടിയിരിക്കുക, എന്നിട്ടും ക്രിമിയടിക്കൊരു കുറവില്ല. എടി കൊച്ചേ, കമ്പത്തിരി കത്തി തീർന്നാലും കാണും ഇച്ചിരി ചൂട്. ബാബുണ്ണ, ദേ, ഇയാളുടെ നോട്ടം ശരിയല്ല, ഇയാളുടെ സംസാരം തീരെ ശരിയല്ല. അയ്യോ, അയാള് നോക്കണോണ്ട് മക്കൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആ ശരീരത്തിൽ ഇനി ആ കണ്ണ് മാത്രമേ ഉള്ളൂ വർക്ക് ചെയ്യണത്, വേറെ ഒന്നുമില്ല. മൊബൈല് നോക്കി നോക്കി കണ്ണടിച്ചു പോയി എന്നാണ് തോന്നണത്. അടിച്ചു പോവാ നിങ്ങളെ കണ്ണൻ തരും 100-ന്റെ ബൾബ. പക്ഷെ അതല്ലെന്ന്, പിന്നെ എനിക്ക് താണ്ട് ഇതിലൊന്നും കാണാൻ പറ്റണല്ലടി. എപ്പോഴും മൊബൈലിന്റെ അകത്ത് നോക്കിക്കൊണ്ടിരിക്കാതെ വല്ലപ്പോഴെങ്കിലും എന്നെ ഒന്ന് നോക്ക്. എന്നിട്ട് വേണം എന്റെ ബാക്കിയുള്ള ബുദ്ധിയുടെ അടിച്ചു പോവായി. അയ്യോ, ബുദ്ധി അടിച്ചു പോയാലും കുഴപ്പമില്ലെന്നാ. ഊളംപാറ മെന്റൽ ഹോസ്പിറ്റലൊക്കെ അല്ലേ, അവിടെ കൊണ്ട് ഞാൻ ചികിത്സിച്ചോളാമേ. നിന്റെ അച്ഛനെ ചികിത്സിക്കും. അയ്യോ, അച്ഛൻ കുറെ നാള് കിടന്നേ എന്നാ, കുറച്ചു ദിവസം ഞാനും കിടന്നേ. വാ തന്നെന്നാ. കേട്ടോ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല? എനിക്കറിയാം. ഭയങ്കര വിഷയമായിരുന്നത്, അടിയും ബഹളവും. സത്യമായിട്ട് ഞാനെ കൊണ്ടായിരുന്നു സമയത്ത് ഭയങ്കര അടിയെന്ന് പറഞ്ഞ നിന്നാണ്. ഒരു നിസ്സാര കേസാണിത്, ഒരു ബാഗിന്റെ വിഷയമാണ്. അതുപോലത്തെ ബാഗാണ്, അതുപോലത്തെ ആ ബാഗാണ് വിഷയം. ഭയങ്കര വിഷയമില്ല. ഞാനൊക്കെ ഓടിയില്ലേ, ആ നേരെ പോരാട മുക്കിലൊക്കെ പോയി. പിന്നെ ഭയങ്കര വിഷയം, കേസ് ഇപ്പഴും നടക്കണം. പള്ളിക്കല് ലതാകുമാരി ആ മോനോട് പറഞ്ഞ സെറ്റ് ചെയ്ത് വിടും. അവർ സെറ്റ് ചെയ്തു. ബാഗൊക്കെ എടുക്കുന്നത് ഇത്ര വലിയ കേസാണല്ലോ. ആ ബാഗ് പിന്നെ കിട്ടിയാ എന്റെ ഈശ്വര.